നീ മര്യാദയ്ക്ക് മിണ്ടാതെ ഇരുന്നേ എൻ്റെ ലക്ഷ്മി. എനിക്കാകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്. നിന്റെ മോനെ കൊണ്ടുള്ള സ്വസ്ഥത മുഴുവൻ പോയി. ഇനി അതിൻ്റെ കൂടെ നീ കൂടി തുടങ്ങരുത്. ഓരോന്നു പറഞ്ഞ് ഒരു വഴക്കിന് തയ്യാറെടുക്കുന്ന വരലക്ഷ്മിയെ നോക്കി മാധവൻ ദേഷ്യത്തിൽ പറഞ്ഞു. നിങ്ങളുടെ പറച്ചി കേട്ടാത്തൊന്നുമല്ലോ എല്ലാത്തിനും ഞാനാണ് കാരണക്കാരിയെന്ന്. ഈ പ്രശ്നത്തിന് മുഴുവൻ കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തനാണ്. ആരും അറിയാത്ത നാട്ടിൽ പോയി നിങ്ങൾ വേറെ സംബന്ധമുണ്ടാക്കിയില്ലേ? നിങ്ങളെ കണ്ടു വളർന്ന മകൻ അതുപോലെ അനുകരിച്ചു. പിന്നെ കള്ളത്തരം കാണിക്കാൻ നിങ്ങളുടെ അത്രയും കഴിവില്ലാത്തതുകൊണ്ട് അവൻ്റെ കാര്യം ആദ്യം തന്നെ എല്ലാവരും അറിഞ്ഞു. അത്രയും നേരം കത്തിജ്വലിച്ചു നിന്ന അയാളുടെ ദേഷ്യം അതോടെ ആറി തണുത്തുപോയി. എങ്കിലും മുഖത്ത് നിറഞ്ഞ ജാള്യത അവർ മനസ്സിലാക്കാതിരിക്കാൻ അയാൾ പരിശ്രമിച്ചു. പിന്നെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ മൂല കാരണം തന്നെ നിങ്ങൾക്കുണ്ടായ അവിഹിത സന്തതിയാണ്. അവനോടുള്ള ദേഷ്യം ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ മോൻ ഇതൊക്കെ ചെയ്തു വെച്ചത്. എന്നിട്ടിപ്പോൾ കുറ്റം മുഴുവൻ ഞങ്ങൾക്ക്. ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വാ തുറക്കില്ല എന്ന് അവർക്ക് വ്യക്തമായി അറിയാം. അത് സത്യവുമായിരുന്നു. എന്തു പറഞ്ഞ് അവരെ പ്രതിരോധിക്കുമെന്നറിയാതെ മാധവൻ കുഴഞ്ഞു. പിന്നെ എൻ്റെ മോനെ കൊണ്ട് ആ ദരിദ്രവാസിയെ കെട്ടിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. അവളെ ഈ പടിക്കകത്ത് കയറ്റില്ല ഞാൻ. വരലക്ഷ്മി കത്തിക്കയറുകയാണ്. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാം എൻ്റെ തെറ്റ് തന്നെയാണ് എന്ന് നീ പറഞ്ഞല്ലോ. അങ്ങനെ ചിന്തിച്ചാലും കല്യാണം മുടക്കാൻ വേറെ എന്തൊക്കെ വഴികളുണ്ടായിരുന്നു? അവളെയും കൊണ്ട് ഒളിച്ചോടാൻ നിന്റെ മോനോട് ഞാൻ പറഞ്ഞോ? ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നുവെങ്കിൽ പോലും ആ പെണ്ണിനെ എവിടേക്കെങ്കിലും മാറ്റുന്നതിനു പകരം അവനും കൂടി അവളുടെ ഒപ്പം പോയത് എന്തിനാ? അത് കേട്ടതോടെ വരലക്ഷ്മിയുടെ വാ അടഞ്ഞുപോയി. എങ്കിലും വിട്ടുകൊടുക്കാൻ അവർ തെല്ലും ഒരുക്കമായിരുന്നില്ല. ജാതിയിൽ താഴ്ന്ന പെണ്ണിനെ എങ്ങനെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും? അവരുടെ ചോദ്യം കേട്ടതും അയാളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അവൻ കൊണ്ടുപോയി കൂടെ പൊറുപ്പിച്ച പെണ്ണിനെ ഇനി കൈയൊഴിഞ്ഞാൽ നാട്ടുകാരെല്ലാവരും കൂടി കൈവയ്ക്കും. ശ്രീമംഗലത്തുകാരുടെ അത്രയും പ്രതാപമില്ലെങ്കിലും ആ പെണ്ണിൻ്റെ വീട്ടുകാർ അത്യാവശ്യം ബന്ധുബലമുള്ളവരാണ്. അയാൾ വിശദമായി തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ സങ്കടത്തോടെ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടന്നു. മൂത്ത മകനായ രാഹുലിൻ്റെ വിവാഹത്തെക്കുറിച്ച് എന്തെല്ലാം സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നതാണ്. അതെല്ലാം ഇങ്ങനെയായി തീർന്നു. രാവിലെ കണ്ണു തുറന്ന ദേവിക താനിപ്പോൾ ഹരിയുടെ വീട്ടിലാണ് എന്ന് ഓർത്തെടുത്തതും ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. അരികിൽ കിടക്കുന്നവൻ തനിക്ക് മുൻപേ എഴുന്നേറ്റു പോയിരിക്കുന്നു. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കോളേജിൽ പോകാനായി റെഡിയായി നിൽക്കുന്ന കാർത്തികയെയും നന്ദുവിനെയുമാണ് കാണുന്നത്. ഇരുവരും അത്രത്തോളം വെപ്രാളത്തിൽ ഓരോന്ന് ചെയ്യുകയാണ്. ചേച്ചിക്കുള്ള ബ്രഷും പേസ്റ്റും ഒക്കെ മുറിയിലെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. കാർത്തിക ചിരിയോടെ പറഞ്ഞതും അവൾ അകത്തേക്ക് കയറി ആ കവറും എടുത്ത് പുറത്ത് ബാത്റൂമിലേക്ക് നടന്നു. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് പോകാൻ റെഡിയായി നിൽക്കുന്ന ഹരിയെയാണ്. വേഷമെല്ലാം മാറി അവൻ്റെ അമ്മയോട് സംസാരിച്ച് നിൽപ്പാണ്. പല്ലൊക്കെ തേച്ചിട്ട് വാ മോളെ, ആഹാരം കഴിക്കാം. കല പറയുമ്പോൾ അവൾ തലയാട്ടിക്കൊണ്ട് പല്ല് തേക്കാൻ ഒരുങ്ങി. ഈ കൊച്ച് സത്യത്തിൽ ഇത്ര പാവമാണോ അതോ അഭിനയമോ? ശ്രീമംഗലത്ത് അത്രയും നല്ല നിലയിൽ ജീവിച്ച പെൺകുട്ടി ഇത്രത്തോളം സാധുവായിരിക്കുമോ എന്ന ഒരു സംശയം കലയ്ക്ക് തോന്നി. അതവർ ഹരിയോട് ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് കുറുമ്പോടെ തൻ്റെ വർക്ക്ഷോപ്പിൽ കയറി ഇറങ്ങുന്നവളെയാണ്. ഇത്ര പാവമൊന്നുമല്ല എന്നുവെച്ച് അവിടെയുള്ള ബാക്കിയുള്ളവരെ പോലെ കുഴപ്പക്കാരിയുമല്ല. നാക്കും മൂക്കുമൊക്കെ ആവശ്യത്തിനുണ്ട്. പക്ഷേ അഹങ്കാരി എന്നൊന്നും പറയാനും പറ്റില്ല. ഇപ്പോൾ ഈ കാണുന്ന പാവത്തരം നമ്മളുമായി അത്ര അടുപ്പമില്ലാത്തത് കൊണ്ടുള്ള അകൽച്ചയാണ്. പിന്നെ ചെറിയ പേടിയും. വാ തോരാതെ പറയുന്നവനെ കല അത്ഭുതത്തോടെ നോക്കി. ഈ പെൺകുട്ടിയെ ഇവൻ ഇത്രത്തോളമൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? പെണ്ണ് കാണാൻ പോയ ഉണ്ണിമായെ പോലും നേരെ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്താ അമ്മേ? തൻ്റെ മുഖത്തേക്ക് അതിശയത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരോട് അവൻ ചോദിക്കുമ്പോൾ അവർ ഒന്നുമില്ല എന്ന് തലയാട്ടി കാണിച്ചു. ആഹാരം വിളമ്പി കഴിഞ്ഞപ്പോൾ കലയെയും ഹരിയെയും അമ്പരിപ്പിച്ചുകൊണ്ട് ദേവിക തനിക്കുള്ള പാത്രവുമായി ആദ്യമേ നിലത്ത് വന്നിരുന്നിരുന്നു. അത് കണ്ട് ഒന്ന് ഞെട്ടി നിന്നുവെങ്കിലും ഹരിയും കലയും പെട്ടെന്ന് തന്നെ അവളുടെ ഒപ്പം വന്നിരുന്നു. നിനക്ക് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയി തുടങ്ങിയാൽ പോരായിരുന്നോ? കലയുടെ ചോദ്യം കേട്ടതും ഹരി പാത്രത്തിൽ നിന്ന് മുഖമുയർത്തി. ദേവികയും ഉത്തരമറിയാൻ എന്ന വണ്ണം അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അത്യാവശ്യമായി പണിതു കൊടുക്കേണ്ട വണ്ടികൾ കിടപ്പുണ്ടമ്മ. പറഞ്ഞുകൊണ്ട് അവൻ ദേവികയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾ കല കാണാതെ ഒന്ന് ചുണ്ടുകൂട്ടി കാണിച്ചു.
പെട്ടെന്ന് തന്നെ അവൻ അവളിൽ നിന്നും മുഖം മാറ്റി കളയുകയും ചെയ്തു. പിന്നീടൊന്നും സംസാരിക്കാതെ തന്നെ 3 പേരും വേഗം കഴിച്ചെഴുന്നേറ്റു. ഹരി ബൈക്കിൽ കയറി പോകുമ്പോൾ ഒരു നിമിഷം വാതിൽക്കൽ നോക്കിക്കൊണ്ട് നിന്നതിന് ശേഷം ദേവിക അകത്തേക്ക് കയറി. 1 മണിക്കൂർ കഴിയുമ്പോൾ കുളിച്ച് റെഡിയായി നിൽക്കണം. നമുക്ക് രണ്ടാൾക്കും കൂടി പോയി നിനക്കുള്ള ഡ്രസ്സൊക്കെ വാങ്ങാം. അവനെയും നോക്കി നിന്നാൽ തുണിയില്ലാതെ നടക്കേണ്ടി വരും. പറഞ്ഞുകൊണ്ട് അവർ ധൃതിയിൽ അടുക്കളയിലേക്ക് പോകുമ്പോൾ അവൾ വാ തുറന്ന് നിന്നുപോയി. കാണുമ്പോൾ ഇത്തിരി ഗൗരവക്കാരിയാണ് എന്നും പരുക്കൻ സ്വഭാവമാണ് എന്നും ഒക്കെ തോന്നുമെങ്കിലും അടുത്തറിയുമ്പോൾ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് കല. 4 മക്കൾക്കൊപ്പം തന്നെയും കൂടി ചേർത്ത് പിടിക്കാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്ന് അവൾ ഓർത്തു. എന്നാലും മനു, നിന്റെ ഏട്ടൻ പെൺപിള്ളേരുടെ മുഖത്ത് നോക്കില്ല എന്നല്ലേ നീ പറഞ്ഞത്? എന്നിട്ട് ഒരു പെണ്ണിനെ പ്രേമിച്ച് കറക്കിയെടുത്ത് കല്യാണവും കഴിച്ചു. അപർണയുടെ വാക്കുകൾ കേട്ടതും മനു പല്ല് ഞെരിച്ചുകൊണ്ട് അവളെ നോക്കി. ദേ അപർണെ, നീ അറിയാത്തത് പറയാൻ നിൽക്കണ്ട. കൂടുതൽ കാര്യങ്ങൾ അവളോട് വിളമ്പാൻ അവനും തോന്നിയില്ല. ഏട്ടൻ വിവാഹം കഴിക്കാനിരുന്ന പെണ്ണ് ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞാൽ അവളുടെ സ്വഭാവത്തിന് അവൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നിരിക്കും. ഏട്ടനെ പറയുന്നത് കേട്ടാൽ തനിക്കും ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം ഒഴിവാക്കുന്നതിനായി മൗനം പാലിക്കുന്നതാണ് നല്ലത് എന്ന് അവന് തോന്നി. ഇനിയിപ്പോൾ സൗകര്യം പോലെ നീ നമ്മുടെ കാര്യം കൂടി വീട്ടിൽ പറയണം. എന്തായാലും അതിനും നിന്റെ വീട്ടുകാർ എതിർ നിൽക്കില്ല. അവൾ അവനെ നോക്കി പുഞ്ചിരിയോടെയാണ് പറയുന്നത്. വിവാഹത്തിന് തടസ്സമായി നിന്ന ഒരേ ഒരാൾ ഹരിയായിരുന്നു. ഹരി പ്രത്യക്ഷത്തിൽ ഒന്നും ചെയ്യുന്നില്ല എങ്കിലും അവൻ്റെ വിവാഹം നടക്കാതെ തങ്ങളുടേത് നടക്കില്ല എന്ന ഒറ്റ കാരണമാണ് കാര്യങ്ങൾ ഇത്രത്തോളം വൈകിപ്പിച്ചത്. നോക്കാം. അവളോട് വഴക്ക് കൂടാൻ തെല്ലും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവൻ അത്രമാത്രം പറഞ്ഞു. എൻ്റെ ഹരി, എനിക്ക് സത്യത്തിൽ ഇതൊന്നും വിശ്വസിക്കാൻ വയ്യ. നീ കല്യാണം കഴിച്ചത് ദേവികയാണ് എന്ന് കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ജിതിൻ്റെ വാക്കുകൾ കേട്ടിട്ടും ഹരി ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ തന്നെ അവളെ വിവാഹം കഴിച്ചതിൻ്റെ ഞെട്ടൽ ഇപ്പോഴും തനിക്ക് പോലും മാറിയിട്ടില്ല. അതൊന്നും ഉൾക്കൊണ്ടിട്ട് പോലുമില്ല എന്നതാണ് സത്യം. വിവാഹം തന്നെ അംഗീകരിക്കാൻ കുറച്ചുകൂടി സമയം വേണ്ടിയിരുന്നു. അതിൻ്റെ ഒപ്പം പെൺകുട്ടി കൂടി മാറിയപ്പോൾ ഒരു പുകമറയ്ക്കുള്ളിൽ ആയിപ്പോയി. ആ പെൺകൊച്ച് ഇവിടെ കയറി ഇറങ്ങുന്നത് കണ്ടപ്പോഴൊക്കെ എനിക്ക് സംശയം തോന്നിയിരുന്നു. വെറുതെ ഒരാൾ അങ്ങനെ ഒന്നും കാണിക്കില്ലല്ലോ. ജിതിൻ വിടാൻ ഭാവമില്ലാതെ തുടരുകയാണ്. എന്നാൽ പെട്ടെന്ന് വന്ന മാറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി ഇങ്ങോട്ടേക്ക് ഓടി വന്നവൻ ഇനി എങ്ങോട്ട് ഓടിപ്പോകുമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു. എന്നാലും ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? അവളെ വിവാഹം കഴിച്ചിട്ട് ശ്രീമംഗലത്തുകാർ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ? പിന്നെ നീ കെട്ടാനിരുന്ന പെണ്ണ് രാഹുലിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ കാര്യവും ഞാൻ അറിഞ്ഞു. എന്തായാലും അവളുടെ കാര്യം കഷ്ടം തന്നെ. ഇതിനോടകം വ്യക്തമായി തന്നെ അറിയാവുന്ന രാഹുലിൻ്റെ സ്വഭാവം മനസ്സിൽ ആലോചിച്ചുകൊണ്ടാണ് ജിതിൻ അത് പറഞ്ഞത്. വല്ലാത്ത ഒരു ദേഷ്യവും വാശിയും നിറഞ്ഞ സ്വഭാവക്കാരനാണ് രാഹുൽ. വിഷയത്തിൽ ഇതുവരെയും കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും ദേഷ്യം വന്നാൽ എന്തും ചെയ്യുന്ന അവൻ്റെ സ്വഭാവം അപകടം പിടിച്ചത് തന്നെയാണ്. സത്യത്തിൽ എനിക്കിപ്പോഴും ഇതൊന്നും അറിയില്ല. ഇന്നലെ രാവിലെ അവൾ വീട്ടിൽ കയറി വന്നു. ഉണ്ണിമായ രാഹുലിനോടൊപ്പം പോയ കാര്യം അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് കലി കയറി. ആ വാശിക്ക് തന്നെയാണ് അമ്മ ഞങ്ങളുടെ വിവാഹം നടത്തിയത്. ശ്രീമംഗലത്തുകാർ ചോദിക്കാൻ വന്നിരുന്നു. ഇതിനൊക്കെ കാരണക്കാരൻ സ്വന്തം മോനാണ് എന്ന് അറിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിൽക്കാതെ പോയി. അത്രയും പറഞ്ഞുകൊണ്ട് ഇനി ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല എന്നതുപോലെ ഹരി അവനിൽ നിന്നും മുഖം തിരിച്ചപ്പോൾ ജിതിൻ അങ്ങനെ തന്നെ നിന്നു. കലയുടെ ഒപ്പം പോകാൻ ഒരുങ്ങാൻ നേരം മേശപ്പുറത്തിരിക്കുന്ന കാർത്തികയുടെ ഒരു പുതിയ ചുരിദാർ കണ്ടപ്പോൾ തന്നെ അത് തനിക്ക് ധരിക്കാനുള്ളതാണ് എന്ന് അവൾക്ക് മനസ്സിലായി. മുറിയിൽ ബാക്കി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അതൊന്നും തനിക്ക് വേണ്ടി വാങ്ങിയതല്ല എന്ന് അറിയാമെങ്കിലും അതൊന്നും ഓർത്ത് പിണങ്ങിയിരിക്കാൻ പറ്റിയ സാഹചര്യമല്ല. ഒരുങ്ങിയിറങ്ങുമ്പോഴേക്കും ഒരു സാരി ചുറ്റി കല അവിടെ നിൽപ്പുണ്ട്. ഞാനൊരു ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. അത്രയും മാത്രം പറഞ്ഞ് അവർ ഒരു വശത്തേക്ക് മാറിയിരുന്നു. സാധാരണ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒന്നുകിൽ മക്കളുടെ ഒപ്പം ബൈക്കിലോ അല്ലെങ്കിൽ ബസ്സിലോ ആണ് പോവുക. അത്രത്തോളം ദൂരമുള്ള ഇടങ്ങളിലേക്ക് ഒന്നും ഓട്ടോ പിടിച്ചു പോകാറില്ല. കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കും എന്നത് തന്നെയാണ് കാരണം.
എന്നാൽ ദേവികയുമായി ബസ്സിൽ വലിഞ്ഞു കയറി പോകാൻ അവർക്ക് തോന്നിയില്ല. ദേവിക വീട്ടിലേക്ക് വന്ന 2 വീലർ മുറ്റത്ത് തന്നെ ഇരിപ്പുണ്ട്. അതിൽ പോകാമെന്ന് പറയാൻ അവൾക്കും അപ്പോൾ തോന്നിയില്ല. പുതിയ മരുമോളെയും കൂട്ടി എങ്ങോട്ടേക്കാ? പോകാനിറങ്ങുമ്പോൾ അയൽപക്കത്ത് നിന്ന് ഒരുത്തി വിളിച്ചു ചോദിച്ചു. ആ ചോദിക്കലിൽ കളിയാക്കലിൻ്റെ ധ്വനി ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. കാരണം കുശലാന്വേഷണം പോലെയാണ് ചോദിച്ചത് എങ്കിലും പുതിയ മരുമകൾ എന്ന പ്രയോഗം ഒരു പരിഹാസം തന്നെയാണ്. അത് ദേവികയും തിരിച്ചറിഞ്ഞു എങ്കിലും അറിയാത്ത ഭാവത്തിൽ പുറത്തേക്ക് നോക്കി നിന്നു. പുതിയതും പഴയതൊന്നുമല്ല. എൻ്റെ മോൻ ഒരു പെണ്ണിൻ്റെ കഴുത്തിലെ താലി കെട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവൾ തന്നെയാണ് എൻ്റെ മരുമോൾ. അത്രയും പറഞ്ഞ് കല അവളെയും കൂട്ടി ഓട്ടോയിലേക്ക് കയറുമ്പോൾ ചോദിച്ച സ്ത്രീ ചമ്മലോടെ അകത്തേക്ക് കയറിപ്പോയിരുന്നു. വലിയ വീട്ടിലെ പെണ്ണിനെ കിട്ടിയപ്പോൾ അവളുടെ ഒരു പത്രാസ്. പോകുമ്പോൾ അവർ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഒരു തുണിക്കടയിലാണ് അവർ കയറിയത്. നോക്കിയെടുക്കാൻ പറയുമ്പോൾ അവൾ മിണ്ടാതെ നിന്നതുകൊണ്ട് തന്നെ കല തിരഞ്ഞെടുക്കാൻ തുടങ്ങി. വീട്ടിലിടാൻ കുറച്ച് ചുരിദാറുകളും പുറത്തിടാൻ 2-3 എണ്ണവും. അങ്ങനെ ഒരുവിധം എല്ലാം വാങ്ങി വരുമ്പോഴേക്കും ഇരുവരും ക്ഷീണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു ഫാൻസിയിലേക്ക് കയറുമ്പോൾ ദേവിക പുരികം ചുളിച്ച് അവരെ നോക്കി. വിവാഹം പ്രമാണിച്ച് വാങ്ങിയ എല്ലാ സാധനങ്ങളും വീട്ടിലുണ്ട്. സിന്ദൂരവും കരിയും പൊട്ടും അങ്ങനെയുള്ളതെല്ലാം എടുത്തോ. മറ്റവൾക്ക് വേണ്ടി വാങ്ങിയത് കാർത്തികയ്ക്ക് കൊടുത്താൽ മതി. അത് കേട്ടതും അവളുടെ മുഖം തെളിഞ്ഞു. ഇഷ്ടത്തിനെല്ലാം വാങ്ങി കഴിയുമ്പോഴേക്കും ആ സന്തോഷമുണ്ടായിരുന്നു അവളുടെ മുഖത്ത്. ഒരു ആലസ്യത്തോടെ കണ്ണു തുറന്ന രാഹുൽ മുഖം ഒന്ന് കഴുകി വന്നതിന് ശേഷം തൻ്റെ മൊബൈൽ ഓണാക്കി. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഉണ്ണിമായയെ ഇവിടെ നിർത്തി വീട്ടിലേക്ക് പോകണം. പോകാതെ ഇരുന്നാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും കുഴഞ്ഞു മറിയും. ഫോൺ ഓണാക്കുമ്പോൾ കാണുന്നത് അതിൽ നിറഞ്ഞു കിടക്കുന്ന മെസ്സേജുകളാണ്. അതോരോന്നായി വായിച്ചു തുടങ്ങിയതും അവൻ്റെ 2 കണ്ണുകളും തള്ളി പുറത്തേക്ക് വന്നു. ദേവികയുടെയും ഹരിയുടെയും വിവാഹം കഴിഞ്ഞു. ആ ഫോട്ടോ ഒരു ഞെട്ടലോടെയാണ് അവൻ കണ്ടത്. എന്ത് കാര്യത്തിനാണ് ഉണ്ണിമായയെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്? അത് നേരെ വിപരീതമായി പ്രവർത്തിച്ചിരിക്കുന്നു. ദാരിദ്ര്യം പിടിച്ചിടത്തെ ഉണ്ണിമായയ്ക്ക് പകരം അവന് ശ്രീമംഗലത്തെ പെണ്ണിനെ കിട്ടിയിരിക്കുന്നു. അപ്പോഴും അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് രാഹുലിന് മനസ്സിലായില്ല. ആ സമയം തന്നെയാണ് അവൻ്റെ ഫോണിലേക്ക് പ്രജിലിൻ്റെ കോൾ വരുന്നത്. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. ചേട്ടൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതെവിടെ പോയി കിടക്കുകയായിരുന്നു? പ്രജിലിൻ്റെ ദേഷ്യപ്പെട്ട സ്വരം. തന്നോട് അവൻ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല. എപ്പോഴും ഏട്ടൻ എന്ന ബഹുമാനം തന്നിട്ടുണ്ട്. ഹരി എങ്ങനെ ദേവികയെ താലി കെട്ടി? അതായിരുന്നു രാഹുലിന് അറിയേണ്ടിയിരുന്നത്. ഇനിയിപ്പോൾ തൻ്റെ അച്ഛൻ മകൻ്റെ വിവാഹം മുടങ്ങാതെ ഇരിക്കാനായി മരുമകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തതാണോ? ആ രീതിയിൽ വരെ അവൻ്റെ ചിന്തകൾ പോയി. എന്നാൽ പ്രജിൽ ആദ്യം തൊട്ട് വിശദീകരിച്ചതു പറയുമ്പോൾ രാഹുൽ ശ്വാസമെടുക്കാൻ കഴിയാതെ നിന്നുപോയി. എല്ലാത്തിനേക്കാളും അവനെ ഞെട്ടിച്ചത് താനും ഉണ്ണിമായയുമായി ഒരുമിച്ച് വന്ന കാര്യം നാട് മുഴുവൻ അറിഞ്ഞു എന്നതാണ്. അവൻ തളർന്ന് ഉറങ്ങുന്നവളെ നോക്കി. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്നും ഊരിപ്പോരുക? ഏട്ടൻ കയ്യബദ്ധം ഒന്നും കാണിക്കരുത്. ഇനിയിപ്പോൾ ആ പെണ്ണിനെ ഉപേക്ഷിക്കാനായി എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ ആകെ പുലിവാലാകും. അവളെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്ന് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ആ പെണ്ണില്ലാതെ വന്ന നാട്ടുകാരെല്ലാവരും കൂടി ഏട്ടനെ കൈവയ്ക്കും. അത്ര കൂടി പറഞ്ഞതിന് ശേഷമാണ് പ്രജിൽ കോൾ കട്ട് ചെയ്തത്. അതോടെ രാഹുൽ ആകെ തകർന്നു. എഴുന്നേൽക്കടി. അവൻ്റെ അലർച്ച കേട്ടതും സുഖമായി ഉറങ്ങുകയായിരുന്ന ഉണ്ണിമായ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. എന്താ? പെട്ടെന്നുണ്ടായ അവൻ്റെ ഭാവമാറ്റത്തിൽ അവൾ അത്രത്തോളം അമ്പരന്നു പോയിരുന്നു. ഉറങ്ങിയതൊക്കെ മതി. വേഗം എഴുന്നേറ്റ് കുളിച്ച് റെഡിയാക്. നാട്ടിലേക്ക് തിരികെ പോകണം. അനിഷ്ടത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ടതും പക്ഷെ അവളുടെ കണ്ണുകൾ വിടരുകയാണ് ചെയ്തത്. തങ്ങളുടെ വിവാഹം അവൻ്റെ വീട്ടിൽ എല്ലാവരും അംഗീകരിച്ച് കാണുമെന്ന് അവൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ പിന്നീട് അവൻ്റെ പ്രതികരണം പോലും അറിയാൻ നിൽക്കാതെ അവൾ റെഡിയാകാനായി പോവുകയും ചെയ്തു.